नमस्ते, कैसे हो? सब ठीक है ना? पिछले कक्षा में हमने यशपाल के एक कहानी आदमी का बच्चा उस कहानी का थोड़ा भाग हमने पढ़ा था। आज की कक्षा में प्रस्तुत कहानी की अगले कुछ अंश हम പഠിंगे. കഴിഞ്ഞ ക്ലാസ്സിൽ യശ്പാൽ എഴുതിയ ആദ്മി കാ ബച്ച എന്ന കഥ ആദ്യ ഭാഗം നമ്മൾ കുറച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ആ കഥയുടെ ബാക്കി കുറച്ച് ഭാഗം പഠിക്കാം. നമ്മൾ ഡൗലി എന്ന 5 വയസ്സുള്ള ആ കൊച്ചുകുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ ഡൗലിയുടെ അച്ഛനമ്മമാർക്ക് ഏക മകളാണ് ഡൗലി. ഡൗലിയെ നോക്കാനായി വീട്ടിൽ ആയയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആയയുടെ പേര് ബിന്ദി എന്നാണ്. അപ്പോൾ ഡൗലിയുടെ അച്ഛൻ ബഗ്ഗാ സാഹബ് എൻജിനീയറാണ്. അദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ച് ഡിഗ്രികളൊക്കെ എടുത്തിട്ട് പഠനം പൂർത്തിയാക്കി എൻജിനീയറായി ജോലി ചെയ്യുന്നു. അപ്പോൾ അവർക്കാകെ ഉള്ളൊരു മകളാണ് ഡൗലി. ബഗ്ഗാ സാഹബിൻ്റെ ഒരു ശീലം, രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചിന് വീട്ടിലേക്ക് വരും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടാകും. വന്നു കഴിഞ്ഞാൽ കൈയും കാലും മുഖമൊക്കെ കഴുകി വൃത്തിയായി ഭക്ഷണം കഴിക്കാനിരിക്കും. അത് കഴിഞ്ഞൊരു സിഗരറ്റ് വലിക്കും. പിന്നെ അദ്ദേഹം തിരിച്ച് ജോലിക്ക് പോകും. പിന്നെ വൈകുന്നേരത്താണ് വരവ്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡൗലിയുടെ കൂടെയല്ല ഭക്ഷണം കഴിക്കുന്നത്. ഡൗലി വേറെ മാറിയിരുന്നിട്ടാണ് കഴിക്കാറ്. ഇദ്ദേഹം മകളേനെയായിട്ട് കാണുന്നത് വൈകുന്നേരത്താണ്. അപ്പോൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ എല്ലാം കുടിച്ച് ആ സമയത്ത് മകളുമായിട്ട് ഇത്തിരി നേരം സംസാരിക്കും. അപ്പോൾ ആ ഒരിത്തിരി നേരം സംസാരിക്കുമ്പോൾ, ഇത്തിരി നേരം എന്ന് പറയുമ്പോൾ ഒരു 6-7 മിനിറ്റ്. അപ്പോൾ ആ ഒരു 6-7 മിനിറ്റ് സംസാരിക്കാനായി അച്ഛനും മകളും തമ്മിൽ കാണുന്ന സമയത്ത് ഡൗലിയുടെ അമ്മ ഡൗലിയെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് ഇവരുടെ ഒരു പതിവ് രീതികൾ. പിന്നെ അത് മാത്രമല്ല, ബഗ്ഗാ സാഹബും ഭാര്യയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് പറയും, ഒരുപാട് കുട്ടികളൊന്നും വേണ്ട, നമുക്ക് ഡൗലി മാത്രം മതി. ഒരുപാട് കുട്ടികൾ ഉണ്ടാവുന്നത് അവരെ പരിപാലിക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഒരൊറ്റ കുട്ടി മതി. മാത്രമല്ല, ഈ ഏക മകളെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നും അവളെ വിദേശത്തേക്ക് അയക്കണമെന്നും അവളുടെ ജോലിയൊക്കെ ചെയ്ത് അവൾ നന്നായിട്ട് ജീവിച്ച് കാണുന്നതാണ് ഇഷ്ടമെന്നും അച്ഛനമ്മമാർ അവരുടെ സംഭാഷണത്തിനിടയിൽ പരസ്പരം പറയും. അപ്പം ഇങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഈ രൂപത്തിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവമാണ് ഇനി പറയുന്നത്. മകളെ വീട്ടിൽ കാണാതായപ്പോൾ അമ്മ വിളിക്കുകയാണ്, ഡൗലിയെ വിളിക്കുകയാണ്. മമ്മ ഡൗലി കോ 3 ദഫേ പുക്കാർ ചുക്കി थी. ഡൗലിയുടെ അമ്മ ഡൗലിയെ 3 ദഫേ 3 തവണ പുക്കാർ ചുക്കി थी വിളിച്ചു കഴിഞ്ഞു, മകളെ വീട്ടിൽ കാണാതായപ്പോൾ. പക്ഷെ 4 ദഫേ 4ാമത്തെ തവണ ഉൻഹോനെ ആയാക്കോ പുക്കാര. 4ാമത്തെ തവണ അമ്മ ഡൗലിയെ അല്ല വിളിച്ചത്, പിന്നെയോ ആയാക്കോ പുക്കാര, ഡൗലിയെ നോക്കാനായി ഏർപ്പാടാക്കിയ ആയ ബിന്ദിയെയാണ് വിളിച്ചത്. കോയി ഉത്തർന പാ. പക്ഷേ ഒരു മറുപടിയും കിട്ടിയില്ല. ഡൗലിയെ വിളിച്ചപ്പോഴും അതിന് മറുപടി കിട്ടിയില്ല. ആയയെ വിളിച്ചു, അപ്പോഴും ഒരു പ്രതികരണവും ഉണ്ടായില്ല.
അങ്ങനെ അവരെന്ത് ചെയ്തു, ബരാമദേമേ നിക്കൽ ആയി, വരാന്തയിലേക്ക് ഇറങ്ങി വന്നു, വീടിൻ്റെ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ദേഖ ബംഗ്ലേ കെ പിछवाड़े से जहाँ धोबी और माली के क्वार्टर है आया ഡൗലി കോ പക്കടെ ലിയ ആ രഹി ഹെ. അപ്പോൾ വരാന്തയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടതെന്താ, ബംഗ്ലേ കെ പിछवाड़े, ഇവരുടെ ബംഗ്ലാവിൻ്റെ പിछवाड़े പിൻഭാഗത്ത്, ധോബി ഔർ മാലി കെ ക്വാർട്ടർ ഹെ, അവരുടെ വീട്ടിലെ ധോബി അലക്കുകാരൻ്റെയും അതുപോലെ മാലി തോട്ടക്കാരൻ്റെയും ക്വാർട്ടർ വീടുകളാണ് തൊട്ട് പിന്നിൽ ഉള്ളത്. അപ്പോൾ ആയ ഡൗലി കോ പക്കടെ ലിയെ ആ രഹി ഹെ, ആ ഭാഗത്ത് നിന്ന്, അതായത് തോട്ടക്കാരൻ്റെയും അലക്കുകാരൻ്റെയും വീടിൻ്റെ ആ ഭാഗത്തു നിന്നും ആയ ഡൗലിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വരുന്നതാണ് അമ്മ കണ്ടത്. മമ്മാനെ ദേഖ ഔർ ധക്ക് സേ രഹ് ഗയി, ഇത് കണ്ട് ഡൗലിയുടെ അമ്മ ധക്ക് സേ രഹ് ഗയി, അങ്ങനെ അമ്പരന്ന് നിന്നുപോയി. വേ സമജ് ഗയി ഡൗലി അവശ്യ ഹി മാലി കെ ഘർ ഗയി ഹോഗി. അപ്പോൾ മമ്മയ്ക്ക് മനസ്സിലായി, ഡൗലി അവശ്യ ഹി, ഡൗലി തീർച്ചയായിട്ടും മാലി കെ ഘർ ഗയി ഹോഗി, ആ തോട്ടക്കാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തോട്ടക്കാരൻ്റെ വീട്ടിലേക്ക് ഡൗലി എന്തായാലും പോയിട്ടുണ്ടായിരിക്കും എന്ന് മമ്മയ്ക്ക് ബോധ്യമായി. കാരണം 2-3 ദിൻ പെഹലെ മാലിൻ കെ ബച്ച ഹുവാ ഥാ, കാരണം 2-3 ദിൻ പെഹലെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് മാലിൻ കെ ബച്ച ഹുവാ ഥാ, തോട്ടക്കാരൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്ന് മമ്മയ്ക്ക് മനസ്സിലായി. ഉസെ ഗോദ് മേ ലേനെ കെ ലിയെ ഡൗലി കിതനി ഹി ബാർ ജിദ് കർ ചുക്കി ഥി. ഉസെ ഗോദ് മേം ലേനെ കെ ലിയെ, ആ കുഞ്ഞിനെ ഗോദ് മേം ലേനെ കെ ലിയെ, മടിയിലെടുത്ത് കൊഞ്ചിക്കാനായി ഡൗലി കിതനി ഹി ബാർ, എത്രയോ തവണ ജിദ് കർ ചുക്കി ഹി, ശാഠ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് ഡൗലിയുടെ അമ്മയോട് പലപ്പോഴായിട്ട് ശാഠ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്, ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. ഡൗലി के माली की कोठरी में जाने से मम्मा भयभीत थी. ഇനി ഡൗലി ആ തോട്ടക്കാരൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൽ ഡൗലിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഭയം, പേടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ധോബി കെ ലടുക്കേക്കോ, ആ അലക്കുകാരൻ്റെ കുട്ടിക്ക് പിച്ചലെ സപ്താഹ്, കഴിഞ്ഞ ആഴ്ചയിലാണ് ഖസ്ര നിക്കലാഥ, ചിക്കൻ ബോക്സ് പിടിപെട്ടിരുന്നത്. അപ്പോൾ ആ അലക്കുകാരൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ചിക്കൻ ബോക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡൗലി ഈ തോട്ടക്കാരൻ്റെ അതുപോലെ തന്നെ അലക്കുകാരൻ്റെയൊക്കെ വീട്ടിലേക്ക് അവരുടെ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ പോകുന്നതിൽ ഡൗലിയുടെ അമ്മ വളരെയധികം ഭയപ്പെട്ടിരുന്നു. പിന്നെ അത് മാത്രമല്ല, ലഡ്കി ഉദർ जाती तो बेहुदे बच्चों के साथ शहतूत के पेड़ के नीचे धूल में से उठाकर शहतूत गाती. ഇനി മകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബേഹൂദെ ബച്ചോം കെ സാത്ത്, വൃത്തിഹീനരായ കുട്ടികളോടൊപ്പം ഷഹദൂത് കെ പേട്, മൾബറി ചെടികളൊക്കെ ധാരാളമായിട്ട് ഉണ്ട് അവരുടെ വീടിനോട് ചേർന്ന്. അപ്പം ആ മൾബറി മരങ്ങളുടെയൊക്കെ ചുവട്ടിൽ ധൂൽമേം, പൊടിയിൽ, ഉഠാക്കർ, ആകെ ചാടിമറിഞ്ഞ് കളിച്ച് ആയിരിക്കും വരവ് എന്നും അമ്മ ഊഹിച്ചു. മാത്രമല്ല ഉനേ ഭയ ഥ, ഡൗലിയുടെ അമ്മയ്ക്ക് മറ്റൊരു ഭയം കൂടി ഉണ്ടായിരുന്നു. എന്താണത്, ഉൻ ബച്ചോം കെ സാത്ത് ഡൗലി കി ആദത്തെ ബിഗഡ് ജാനെ കാ. ഉൻ ബച്ചോം കെ സാത്ത്, ആ കുട്ടികളോടൊപ്പം കളിച്ചാൽ ഡൗലി കി ആദത്തെ, ഡൗലിയുടെ സ്വഭാവവും ബിഗഡ് ജാനെ, മോശമായി പോവുമോ എന്നൊരു പേടിയും കൂടി
ഡൗലിയുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നതും ആ കുട്ടികളോടൊപ്പം കളിക്കുന്നതും ഒക്കെ ഡൗലിയുടെ അമ്മ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഡൗലിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആയ നടന്നു വരുന്നതാണ് കാണുന്നത്. മമ്മാനെ കുച്ച് കഹ് സഖ്നെ സെ പെഹലെ ഹി ആയാനെ ഊഞ്ചെ സ്വർമേം സഫായി ദേന ശുരു കിയ. അപ്പോൾ ഡൗലിയും ആയയും വീട്ടിലേക്ക് വന്നു. അപ്പം മമ്മ കുച്ച് കഹനെ സെ പെഹലെ, എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ തന്നെ ആയ ഊഞ്ചെ സ്വർമേ, വളരെ ഉയർന്ന ശബ്ദത്തിൽ, വളരെ ഉച്ചത്തിൽ തന്നെ ഡൗലിയുടെ അമ്മയോട് പറയാൻ തുടങ്ങി. ഹം ജരാ സാൻഡിൽ പർ പോളിഷ് കർക്കെ തെയ് ഭീത്തർ ഗയേ. എന്താ ആയ പറയണത്? ജരാ സാൻഡിൽ പോളിഷ് കർ, ഡൗലിയുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്തുകൊണ്ട് ഞാൻ അകത്ത് നിൽക്കുകയായിരുന്നു. ഹം സേ ബോലി കി ഹം ഗുസൽ ഖാനെ ജായേങ്കെ. അപ്പോഴാണ് ഡൗലി എന്നോട് പറയുന്നത് ഹം ഗുസൽ ഖാനെ ജായേങ്കെ, ഞാനൊന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം എന്ന്. ഇത്തനെ മേം ഹം ബാഹർ നിക്കൽ കർ ദേഖേ തോ മാലിക് കെ ഘർ പഹൂഞ്ചി ഹെ. അപ്പം എന്നാൽ ശരി, ബാത്റൂമിൽ പോയിക്കോ എന്ന് ഞാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ഡൗലി ബാത്റൂമിലേക്കാണെന്നും പറഞ്ഞ് പോയി. ഞാൻ ബാഹർ നിക്കൽ കർ ദേഖേ, പുറത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ടത് മാലിക് കെ ഘർ പഹൂഞ്ചി, അവൾ നേരെ മാലിക് കെ ഘർ, ആ തോട്ടക്കാരൻ്റെ വീട്ടിലെത്തിയതാണ് കണ്ടത്. അപ്പോൾ പിന്നെ ബാത്റൂമിലേക്കാണെന്ന് ആയയോട് കള്ളം പറഞ്ഞ് കുട്ടി എവിടെ പോയി? ആ തോട്ടക്കാരൻ്റെ വീട്ടിൽ പോയി. ഹംകോ തോ കുച്ച് ഗിൻതി ഹി നഹി, ഹംകോ തോ കുച്ച് ഗിൻതി ഹി നഹി, ഞാൻ പറയുന്നതൊന്നും അവൾ ഗിൻതി ഹി നഹി, അനുസരിക്കുന്നതേയില്ല. ഹം സംഝായേം തോ ഉൽട്ടേ ഹംകോ മാർത്തി ഹെ. ഹം സംഝായേം തോ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഹംകോ മാർത്തി ഹെ, അവൾ എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഞാൻ പറയുന്നത് അവൾ ഒട്ടും അനുസരിക്കുന്നില്ല എന്ന് ആയ ഡൗലിയുടെ അമ്മയോട് പറഞ്ഞു. പക്ഷേ ഇസ് പേഷ്ബന്ദി കെ ബാവജൂദ് ആയ കോ ഡാണ്ട് പടി. പക്ഷേ ഈ വിവരണം ഒക്കെ നടത്തിയിട്ടും ആയയ്ക്ക് ഡാണ്ട് പടി, വഴക്ക് കേട്ടു. ഡൗലിയുടെ അമ്മയിൽ നിന്ന് വഴക്ക് കേട്ടു. എന്നിട്ട് പറഞ്ഞു ഡൗലിയോട്, അമ്മ പറയാണ് ദിസ് ഈസ് വെരി സില്ലി. എന്താ അമ്മ പറയണത്? ഇംഗ്ലീഷിലാണ് പറയണത് ഡൗലിയോട്. ദിസ് ഈസ് വെരി സില്ലി, അത്ര നിസ്സാരാണോ? അമ്മ ഡൗലിയെ അംഗ്രേസി മേ ഫട്കാര, ഇംഗ്ലീഷിലാണ് അമ്മ ഡൗലിയെ ശാസിക്കുന്നത്. അംഗ്രേസി കെ സഭി ശബ്ദോं का अर्थ न समझ कर भी डौली अपना अपराध और उसके प्रति मम्मा की उद्विग्नता समझ गई. അപ്പോൾ അംഗ്രേസി കെ സഭി ശബ്ദോं का अर्थ, അമ്മ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകളുടെയൊക്കെ അർത്ഥം ന സമജ് കർ, മനസ്സിലായില്ലെങ്കിലും മറ്റൊരു കാര്യം ഡൗലിക്ക് മനസ്സിലായി. എന്ത്? അപ്ന അപരാധ്, താൻ ഒരു അപരാധം ചെയ്തു, താൻ ഒരു തെറ്റ് ചെയ്തു എന്നും, ഉസ്കെ പ്രതി, അതിനെ ചൊല്ലിയാണ് മമ്മാക്കി ഉദ്വിഗ്നത, അമ്മ ഇങ്ങനെ തന്നെ വഴക്ക് പറയുന്നത് എന്നും ഡൗലി സമജ് ഗൈ, ഡൗലി മനസ്സിലാക്കി. അപ്പോൾ അമ്മ ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥമൊന്നും ഡൗലിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമായി, താൻ തെറ്റ് ചെയ്തു എന്നും ആ തെറ്റ് ചെയ്തതിനെ ചൊല്ലിയാണ് അമ്മ തന്നെ വഴക്ക് പറയുന്നതെന്നും ആര് മനസ്സിലാക്കി? ഡൗലി മനസ്സിലാക്കി. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? തുരന്ത്, പെട്ടെന്ന് സാബുൻ സേ ഹാത്ത് മുഹ് ദുലാക്കർ, സാബുൻ സോപ്പൊക്കെ ഉപയോഗിച്ച് ഹാത്ത് മുഹ് ദുലാക്കർ, ഡൗലിയുടെ കൈയും കാലും മുഖവുമൊക്കെ കഴുകി വൃത്തിയാക്കി. കപ്പടേ ബദലേ ഗയേ, എന്ത് ചെയ്തു? കപ്പടേ ബദലേ ഗയേ, അവളുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. കുട്ടിക്ക് നല്ല വേഷം ഇട്ട് കൊടുത്തു. 4:20 ഹോ ചുക്കേ ഥേ, അപ്പോഴേക്കും 4 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്ലിയെ ആയ ജൽദി ജൽദി ഡൗലി കോ മൗജെ ഔർ സാൻഡിൽ
പഹനാ രഹി ഥി. 4 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയപ്പോഴേക്കും ആയ എന്ത് ചെയ്തു? ജൽദി ജൽദി, പെട്ടെന്ന് വേഗത്തിൽ ഡൗലിയെ മൗജെ സോക്സും സാൻഡിൽ ഷൂവും ഒക്കെ പഹനാ രഹി അണിയിച്ചു. മമ്മ, ഡൗലിയുടെ അമ്മ എന്ത് ചെയ്തു? സിർ മേ കങ്കി കർ, ഡൗലിയുടെ തലമുടിയിൽ കങ്കി, ചീർപ്പ് വെച്ച് ചീകി, തലമുടിയൊക്കെ ചീകി. സ്കീ ലഠോമേം പേഞ്ചോം കോഫി തേസെ ബാന്ത് രഹി ഥി. എന്നിട്ടോ അവളുടെ ലഠോമേം, ചെറിയ മുടി, കുഞ്ഞു അധികം നീളമില്ലാത്ത ആ തലമുടി, ഫീത്തെ റിബൺ വച്ച് ബാന്ത് രഹി ഥി, കെട്ടിവെച്ചു കൊടുത്തു. എന്നിട്ടോ स्नेह से बेटी की अलकों को सहलाते हुए उन्हें अचानक गर्दन पर कुछ दिखाई दिया. അപ്പോൾ ആയ ഷൂ സോക്സ് എല്ലാം അണിയിച്ചു കൊടുത്തു. അമ്മ, ഡൗലിയുടെ അമ്മ കങ്കി, ചീപ്പ് ഉപയോഗിച്ചിട്ട് അവളുടെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി ഫീത്തേസെ ബാന്ദരഹി, റിബൺ ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തു. എന്നിട്ടോ സ്നേഹസെ, വളരെ സ്നേഹത്തോടു കൂടി, ബേഠിക്ക് അളകോമേം, മകളുടെ തലമുടിയിലിങ്ങനെ സഹലാത്തെ, തലോടി, മകളുടെ തലയിൽ ഇങ്ങനെ തലോടി, മകളെ വഴക്ക് പറഞ്ഞെങ്കിലും മകളെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി തലയിലിങ്ങനെ തലോടി. അപ്പോഴോ അചാനക്, പെട്ടെന്ന്, ഗർദൻ പർ കുച്ച് ദിഖായി ദിയ, ഡൗലിയുടെ ഗർദൻ, കഴുത്തിൻ്റെ പിന്നിൽ, കഴുത്തിലായി, കുച്ച് ദിഖായി ദിയ, എന്തോ ഒന്ന് അവർ കണ്ടു, അവരുടെ കണ്ണിൽ എന്തോ ഒന്ന് ഉടക്കി. അപ്പോൾ അവർ അത് സൂക്ഷിച്ചു നോക്കി. ജൂം, എന്തായിരുന്നു? ജൂം, പേൻ, കഴുത്തിലായിട്ട് ഒരു പേൻ ഇരിപ്പുണ്ട്. വജ്രപാത് ഹോഗയ, അങ്ങനെ അവരാകെ എന്താ പറയുക, ഇടിവെട്ടേറ്റ പോലെ ഇങ്ങനെ സ്തംഭിച്ച് ആ കാഴ്ച കണ്ടിട്ട്. നിശ്ചയ ഹി ജൂം മാലി ഔർ ധോബി കെ ബച്ചോം കി സംകത് കാ പരിണാം ഥ. ഉടനെ അവരുടെ മനസ്സിൽ ചിന്ത വന്നു, നിശ്ചയ, തീർച്ചയായിട്ടും, ജൂം, ഈ പേൻ, മാലി ഔർ ധോബി, മാലി തോട്ടക്കാരൻ്റെയോ, ധോബി അലക്കുകാരൻ്റെയോ, ബച്ചെ കുട്ടികളോടൊപ്പമുള്ള സംഗത് കൂട്ടുകെട്ടിൽ നിന്നും ഉണ്ടായതായിരിക്കും അവർ ഉറപ്പാക്കി. ആയാ പർ ഏക് ഡാണ്ട് പടി, ഉടനെ ആയയെ നോക്കിയിട്ട് ഡാണ്ട് പടി, വഴക്ക് പറഞ്ഞു. അപ്പം അതിന് ചീത്ത ആയയ്ക്ക് കിട്ടി. ഔർ നോട്ടീസ് ദീ ഗൈ, എന്നിട്ട് ആയയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്ത്? ഫിർ ഡൗലി ആവാര ഗന്ധേ ബച്ചോം കെ സാത്ത് ഖേൽത്തി പായി ഗയി തോ വഹ് ബർഖാസ്ത് കർ ദി ജായേഗി. എന്താ ആയയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തത്? ഇനി മുതൽ ഡൗലി ആവാര ഗന്ധേ ബച്ചോം കെ സാത്ത്, ആ വൃത്തികെട്ട അല്ലെങ്കിൽ മാലിന്യത്തിലും അല്ലെങ്കിൽ വൃത്തിഹീനമായി നടക്കുന്ന ആ കുട്ടികളോടൊപ്പം ഇനി മുതൽ ഡൗലി എങ്ങാനും കളിക്കാൻ പോയാൽ അതിൻ്റെ ഫലമായി ആയയെ എന്തു ചെയ്യും? ബർഖാസ്ത് കർ ദി ജായേഗി, ജോലിയിൽ നിന്ന് ബർഖാസ്ത്, സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടും എന്ന് മുന്നറിയിപ്പും കൊടുത്തു. അപ്പോൾ ഇനിമേലിൽ ഡൗലി വൃത്തികെട്ട കുട്ടികളോടൊപ്പം എങ്ങാൻ ആ വീടുകളിൽ കളിക്കാൻ പോയാൽ ആയ ബിന്ദിയെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് താക്കീതും കൂടെ കൊടുത്തു ഡൗലിയുടെ അമ്മ. ബേട്ടി കി യഹ് ദുർദശ ദേഖ് കർ മാം കാ ഹൃദയ പിഘൽ ഉഠാ. അപ്പോൾ മകളുടെ ഈ അവസ്ഥ കണ്ട് അമ്മയുടെ ഹൃദയം പിഘൽ ഉട, എന്താ പറയുക, അല്ലാതെ അലിഞ്ഞു. അതായത് മകളിങ്ങനെ ഈ പേനും ഒക്കെ ആയിട്ട് വൃത്തി ഇല്ലാത്ത കുട്ടികളോടൊപ്പം കളിക്കാൻ പോയത് കൊണ്ടല്ലേ തലയിൽ ഇങ്ങനെ പേനൊക്കെ കയറിക്കൂടിയത്. അപ്പോൾ മകൾക്ക് ഈ അവസ്ഥ വരുന്നതിൽ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം. अंग्रेजी छोड़ वे द्रवित स्वर में अपनी ही बोली में बेटी को दुलार से समझाने लगी. അങ്ങനെ അംഗ്രേസി ചോഡ്കർ, ഇംഗ്ലീഷൊക്കെ വിട്ട്, ഡൗലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ, ആകെ 5 വയസ്സേ ആയിട്ടുള്ളൂ അവൾക്ക്. അപ്പം അവളുടെ അമ്മ ഇംഗ്ലീഷൊക്കെ വിട്ട്
അവളെ അപ്പനി ഹി ബോലിമേ, അവരുടേതായിട്ടുള്ള നാടൻ ഭാഷയിൽ മകളെ ദുലാർ, വളരെ വാത്സല്യത്തോടു കൂടി മകൾക്ക് സംജാനയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവളെ സ്നേഹത്തോടു കൂടി അടുത്തിരുത്തിക്കൊണ്ട് മകളോട് പറഞ്ഞു, ഡൗലി പ്യാരി ബേട്ടി ഹേ, ആ ഡൗലി പൊന്നു മോളല്ലേ, ബഡി ഹി സുന്ദർ, നീ എത്ര സുന്ദരിയാ, ബഡി ഹി ലാഡ്ലി ബേട്ടി, ഇത്ര നല്ല കൗതുകമുള്ള കുട്ടിയാണ് നീ. ഹം ഇസ്കോ സുന്ദർ സുന്ദർ കപ്പടെ പഹനാത്തെ ഹേ, ഞാൻ നിന്നെ നല്ല സുന്ദർ സുന്ദർ കപ്പടെ, നല്ല ചന്തമുള്ള വേഷങ്ങളൊക്കെ അണിയിച്ചു തരുന്നില്ലേ. ഡൗലി तू तो अंग्रेज़ों के बच्चों के साथ स्कूल जाती है ना, ബസ് മേ ബൈഠ് കർ. എന്നിട്ട് അമ്മ ചോദിക്കുകയാണ്, ഡൗലി അംഗ്രേസി കെ ബച്ചോം കെ സാത്ത്, നീ ഇംഗ്ലീഷുകാരുടെ മക്കളോടൊപ്പം ബസ് മേ ബൈഠ് കർ, ബസ്സിലിരുന്നിട്ടല്ലേ സ്കൂൾ ജാത്തി ഹേ, സ്കൂളിലേക്ക് പോകുന്നത്. ഐസെ ഗന്ധേ ബച്ചോം കെ സാത്ത് നഹീ ഖേൽത്തേ നാ, പിന്നെ എന്തിനാ ഐസെ ഗന്ധേ ബച്ച്, ഈ വൃത്തിയില്ലാത്ത കുട്ടികളോടൊപ്പം നീ ഖേൽത്തേ, കളിക്കാൻ പോകുന്നത്. ഇനി മുതൽ നഹീ ഖേൽത്തേ, ഇനി മുതൽ കളിക്കാൻ പോകരുത് കേട്ടാ എന്ന് സ്നേഹത്തോടു കൂടി മകളെ ഇങ്ങനെ അടുത്തിരുത്തി അമ്മ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പോഴോ മച്ചൽ കർ ഫർഷ് പർ പാവ് പട്ടക്ക് കർ ഡൗലീനെ കഹ. അപ്പം അമ്മ ഇത്രയൊക്കെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പറഞ്ഞു കൊടുത്തപ്പോഴും ഡൗലി എന്ത് ചെയ്തെന്നറിയോ, മച്ചൽക്കർ ഷാഠ്യത്തോടു കൂടി, ഫർഷ് തറയിൽ, പാവ് പട്ടക്കർ കാലിട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട്, കാല് നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തറയിലടിക്കില്ലേ, അതേപോലെ കുട്ടി ഷാഠ്യം പിടിച്ചുകൊണ്ട് തറയിലിങ്ങനെ അടിച്ചുകൊണ്ട് പറയുകയാണ്, മമ്മ ഹംകോ മാലിക്ക ബച്ച ലാദോ. എന്താ അവൾ പറയണത്, അമ്മേ എനിക്ക് ആ തോട്ടക്കാരൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് താ, ഹം ഉസെ പ്യാർ കരേങ്കെ, ഞാൻ അതിനെ ഒന്ന് കൊഞ്ചിക്കട്ടെ. കുട്ടി ഷാഠ്യത്തോട് കൂടിയിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ എനിക്ക് ആ തോട്ടക്കാരൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തായോ, ഞാൻ അതിനെ കൊഞ്ചിക്കട്ടെ എന്ന് ഇങ്ങനെ കാലിങ്ങനെ തറയിൽ അടിച്ചുകൊണ്ട് ഷാഠ്യം പിടിച്ചുകൊണ്ട് ഡൗലി അമ്മയോട് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മ പറയണത്, മമ്മാനെ സംചായ, അമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക, ഛീ ഛീ വാ തോ കിത്തന ഗന്ധ ബച്ചാ ഹേ. എന്താ അമ്മ പറയണത്, ഛേ ഛേ വാ തോ കിത്തന ഗന്ധ ബച്ചാ ഹേ, അതത്ര വൃത്തികെട്ട കുട്ടികളാ. ഐസെ ഗന്ധെ ബച്ചോം കെ സാത്ത് ഖേൽനെ സേ ചീച്ചി വാലേ ഹോ ജാത്തേ ഹേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള വൃത്തികെട്ട കുട്ടികളോടൊപ്പം കളിച്ചു കഴിഞ്ഞാലേ മോളെയും ചീത്ത കുട്ടിയായിട്ട് പറയും. അപ്പം അതുകൊണ്ട് മോളിനി അവരോടൊപ്പം കളിക്കരുത് കേട്ടാ എന്ന് അമ്മ സ്നേഹത്തോടു കൂടി ഡൗലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്താം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും തുടരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ധന്യവാദം.